ഹായ് സ്റ്റുഡൻസ്, SLC IT മോഡൽ എക്സാമിലെ സ്റ്റെലേറിയം ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ നോക്കാം. വിഷ്വലൈസ് ദ ടോട്ടൽ സോളാർ എക്ലിപ്സ് വിസിബിൾ ഫ്രം കൊച്ചിൻ ഓൺ 21/05/2031 അറ്റ് 1:03 PM ഇൻ സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ. ലൊക്കേഷൻ ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അറേഞ്ച് ദ സോളാർ എക്ലിപ്സ് ടു ദ സെൻറ്റർ ഓഫ് ദ സ്ക്രീൻ ആൻഡ് സൂം ഇൻ ടു മേക്ക് ഇറ്റ് ക്ലിയർലി വിസിബിൾ. Then take a screenshot of the entire Stellarium software window and save it with your register number _eclipse 2031.png to the exam10 products. To take a screenshot, press the print screen key on the keyboard, then select the specified portion and press the enter key. The screenshot file will be available in pictures folder in home. Copy to exam10 products and give it to a specific name. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചിയിൽ നിന്നും 21/5/2031 ഉച്ചയ്ക്ക് 1:03 കാണാൻ സാധിക്കുന്ന പൂർണ്ണ സൂര്യഗ്രഹണം സ്റ്റെലേറിയം സോഫ്റ്റ്വെയറിൽ ദൃശ്യമാക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നു. സൂര്യഗ്രഹണം സ്ക്രീനിൻ്റെ മധ്യത്തിലായി ക്രമീകരിച്ച് വ്യക്തമായി ദൃശ്യമാക്കുന്നതിനായി സൂം ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ഷോ ആപ്ലിക്കേഷൻസിൽ ഇവിടെ സ്റ്റെലേറിയം ST എന്ന് അടിക്കുമ്പോഴത്തേക്കും ഇവിടെ സ്റ്റെലേറിയം സോഫ്റ്റ്വെയർ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞത് ലൊക്കേഷൻ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ താഴെ 2 മെനു കാണിക്കുന്നുണ്ട്. അതിനെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെയുള്ളൊരു ആരോ ഉണ്ട്. ആ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇതിവിടെ ഫിക്സ് ആയിട്ടുണ്ട്. അതേപോലെ ഇതൊന്ന് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെയുള്ള ആദ്യത്തേത് ലൊക്കേഷൻ വിൻഡോ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെർച്ച് എന്നുള്ള ഈ ഭാഗത്ത് നമുക്ക് കൊച്ചിന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കൊച്ചിൻ എന്നുള്ളത് സെർച്ചിൽ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന കൊച്ചിനാണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ താഴെ ഏതാണ് ലൊക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ടത് ഡേറ്റ് ആൻഡ് ടൈം ആണ്. അതിനായിട്ട് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് 2031 അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്താലും കിട്ടും, അല്ല ആരോ കീ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ കൊടുക്കേണ്ടത് മന്താണ്. അപ്പോൾ ഇവിടെ 5 എന്ന് കൊടുത്തു. ഇനി 21 ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 21 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡേ. ഇനി നമുക്കിവിടെ കൊടുക്കേണ്ടത് ടൈമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 1:03 ആണ്, PM ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ 24 ഹവേഴ്സായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 13 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 13 കൊടുത്തു. ഇവിടെ 03 കൊടുക്കുന്നു. നമുക്ക് ഈ ആരോ കീ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ടൈം കാണിക്കുന്നുണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് മൂണിനെ ഡിസ്പ്ലേ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള സെർച്ച് വിൻഡോ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 3 എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ 3 കാണുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ 3 ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ സെൻറ്ററായിട്ട് കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ മൗസിൻ്റെ വീൽ യൂസ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യുന്നു. അപ്പോൾ അത് വലുതാക്കിയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളോട് കാണിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീൻഷോട്ട് കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പം പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ സെലക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്, സ്ക്രീനിന് കാണിക്കുന്നുണ്ട്. സ്ക്രീനിന് ക്ലിക്ക് ചെയ്താൽ ഈ ഫുൾ സ്ക്രീനായിട്ട് സ്ക്രീൻഷോട്ടായിട്ട് വരും. ഇതെല്ലാം നമുക്ക് പ്രത്യേക ഏരിയ സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ഷൻ എന്നുള്ളത് എടുത്തു. ഇവിടെ ഈ കാണുന്ന ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പാർട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഞാനിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അത് എൻ്റർ പ്രസ് ചെയ്താൽ പിക്ചേഴ്സിൽ അത് സേവ് ആയിട്ടുണ്ടാകും. ഇനി നമുക്കതൊന്ന് പിക്ചേഴ്സിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് exam10 പ്രൊഡക്ട്സിലേക്ക് മാറ്റണം. അപ്പോൾ അതൊന്ന് നോക്കാം. നമ്മളിപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന ഫയൽസിൽ പിക്ചേഴ്സിലുണ്ടാവും. പിക്ചേഴ്സ് എന്നുള്ളത് എടുക്കുന്നു. അവിടെ സ്ക്രീൻഷോട്ടിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ റൈറ്റ് ക്ലിക്കിൽ കോപ്പി എന്ന് കൊടുക്കുന്നു. ഇനി ഹോം എടുത്തു. ഇവിടെ നമ്മുടെ exam10 പ്രൊഡക്ട്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് എന്ന് കൊടുക്കാം. അതോടൊപ്പം ഇതിൻ്റെ നെയിമും ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നെയിം കൊടുക്കുക. രജിസ്റ്റർ നമ്പർ
_eclipse. അപ്പോൾ ഇവിടെ റൈറ്റ് ക്ലിക്കിൽ റീനെയിം എന്ന് കൊടുത്തു. ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _eclipse എന്ന് കൊടുത്തു. _eclipse 2031 എന്ന് കൊടുത്തു. .png ഇവിടെ റീനെയിം എന്ന് കൊടുത്തു. ഇപ്പോൾ നിങ്ങളുടെ ഫയൽ ഇവിടെ Exam10 Productsൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിഷ്വലൈസ് ദ ടോട്ടൽ സോളാർ എക്ലിപ്സ് വിസിബിൾ ഫ്രം Reykjavik, the capital of Iceland, on 12/8/2026 at 5:48 PM in Stellarium software. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും ഡേറ്റ് ആൻഡ് ടൈമും ഇവിടെ തന്നിട്ടുണ്ട്. അറേഞ്ച് ദ സോളാർ എക്ലിപ്സ് ടു ദ സെൻറ്റർ ഓഫ് ദ സ്ക്രീൻ ആൻഡ് സൂം ഇൻ ടു make it clearly visible. Then take a screenshot of the entire Stellarium software window and save it with your register number _eclipse 2026.png to Exam10 Products. ഇത് പ്രിൻ്റ് സ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യാൻ പറയുന്നു. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഐസ്ലൻഡിൻ്റെ തലസ്ഥാനമായ റെയ്ക്ജാവിക് നിന്നും 12/8/2026 വൈകുന്നേരം 5:48 കാണാൻ സാധിക്കുന്ന പൂർണ്ണ സൂര്യഗ്രഹണം സ്റ്റെല്ലറിയം സോഫ്റ്റ്വെയറിൽ ദൃശ്യമാക്കുക. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ നിന്ന് സ്റ്റെല്ലറിയം ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം ഒന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെയ്ക്ജാവിക് പിന്നെ ഐസ്ലൻഡാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ആയിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2026 12/8/2026 ആണ്. അപ്പോൾ ഇവിടെ ഡേറ്റ് ആൻഡ് ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. 8 ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഈ ആരൊക്കെ യൂസ് ചെയ്തിട്ട് 8 എന്നുള്ളത് സെറ്റ് ചെയ്തു. 26 ആണ് പറഞ്ഞിരിക്കുന്നത്. 12 ആണ്. അപ്പോൾ 12 എന്ന് ഇവിടെ കൊടുക്കുന്നു. ഇനി അടുത്തത് ഇവിടെ തന്നിരിക്കുന്നത് 5:48 PM ആണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമുക്ക് 17 എന്നാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 17 എന്ന് കൊടുക്കുന്നു. 17:48 ആണ് കൊടുക്കേണ്ടത്. സെറ്റായിട്ടുണ്ട്. നമ്മളിത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ ലൊക്കേഷൻ സെർച്ച് വിൻഡോയിൽ 3 കൊടുക്കാം. ഇവിടെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം 3 അവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളിതൊന്ന് സൂം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ മൗസിൻ്റെ വീൽ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് സൂം ചെയ്യാം. ഇതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ സെലക്ട് ചെയ്തതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് കാണിച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ക്യാപ്ചേർഡ് എന്നുള്ളത്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പിക്ചേഴ്സിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഷോ ഇൻ ഫയൽസ് എന്ന് കൊടുത്താൽ നമ്മൾ പിക്ചേഴ്സിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്കിൽ കോപ്പി എന്ന് കൊടുക്കുന്നു. നേരെ ഹോമിൽ Exam10 Products എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ്. ഇവിടെ റീനെയിം കൊടുക്കുക. റൈറ്റ് ക്ലിക്കിൽ റീനെയിം കൊടുത്തു. ഇവിടെയുള്ള നെയിം നമ്മൾ രജിസ്റ്റർ നമ്പർ _eclipse 2026 എന്ന് കൊടുക്കുക. റീനെയിം കൊടുത്തു. ഇങ്ങനെയാണിത് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.